വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കളെ, ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ സഹോദരീ സഹോദരങ്ങളെ, നമസ്കാരം. KC വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലുണ്ടെങ്കിലും ആരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം കവരാതിരിക്കാനാണ് ഞാൻ ഈ അഭിസംബോധനയിൽ കടക്കുന്നത്. ഞാൻ സാധാരണഗതിയിൽ മോശമല്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്. എൻ്റെ സംഭാഷണങ്ങളിൽ വാക്കുകൾക്ക് പഞ്ഞം വരാറില്ല. പക്ഷേ ഈ സുന്ദരമായ മനോഹരമായ നിമിഷത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ വാക്കുകൾക്ക് വേണ്ടി ഏത് ഉദ്ധരണിയെ കൂട്ടുപിടിക്കണം എന്ന് തപ്പുകയാണ് എൻ്റെ മനസ്സ്. കാരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണം ജില്ലാ കോൺഗ്രസ് തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് നമ്മുടെ 2ാം വീടാണെന്ന്. പക്ഷേ കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാർ കണ്ടത് നിങ്ങളുടെ 1ാം വീടായിട്ടാണ് ഇന്ന്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ത്രിവർണ്ണോത്സവം വെക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഉദ്ഘാടനം നമ്മൾക്കൊരു ഉത്സവമാക്കണമെന്ന്. പക്ഷേ നിങ്ങളത് മഹോത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ അശക്തനാണ്. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ചിലപ്പോൾ കരച്ചിൽ വരും. അതെൻ്റെ ഒരു പ്രകൃതമാണ്. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ മുമ്പ് സംസാരിക്കാൻ ഒരുപാട് നേതാക്കൾ കാത്തിരിക്കുന്നുമുണ്ട്. ഞാൻ 2 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവനാണ്. 2ലും തോറ്റവനാണ്. 2ാമത്തെ തവണ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷെ ആ റിസൾട്ട് അറിയുന്ന ദിവസം പോലും ഇല്ലാത്ത ഉദ്വേഗമായിരുന്നു എൻ്റെ മനസ്സിൽ കുറേ ദിവസങ്ങളായിട്ടുള്ളത് ഈ മുഹൂർത്തത്തിന് വേണ്ടി. അതുമാത്രമല്ല, ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. DCC പ്രസിഡന്റായി ബഹുമാനപ്പെട്ട K. സുധാകരൻ MP ഇതിന് തറക്കിലിട്ട് അന്ന് മുതൽ ഞാൻ ദിവസവും നടന്ന പ്രാർത്ഥനയിൽ എൻ്റെ ഭാവിക്കല്ല ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ സർവ്വദൈവങ്ങളാണ് സത്യം, ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഇതിൻ്റെ പഴയകാല ചരിത്രങ്ങളിലൂടെ PM പറഞ്ഞു. കോഴിക്കോട് ഐതിഹാസികമായ ദേശീയ സമരത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ഒരുപാട് ദേശീയ നേതാക്കന്മാരുടെ കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും അനുഗ്രഹീതമായ മണ്ണാണ്. ശ്രീ VP കുഞ്ഞിരാമക്കുറുപ്പും അച്ചിക്കുട്ടി നായരും KG അടിയോടി മുൻകൈയെടുത്ത് സ്ഥലം വാങ്ങി. പക്ഷെ അത് അപ്രതീക്ഷിതമായൊരു നിയമ പോരാട്ടത്തിലേക്ക് എത്തി. പേടിക്കേണ്ട, തണുപ്പ് വരും. ചെറിയൊരു വീഴ്ച പറ്റിയതാണ്. നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇത് നിർമ്മിക്കാൻ നമ്മളെടുത്ത ബുദ്ധിമുട്ട് പോലെ ചെറിയ ചൂട് നിങ്ങൾ സഹിക്കണം. പക്ഷെ പെട്ടെന്ന് തന്നെ തണുക്കും, പൊറുക്കണം. ഈ ഓഫീസ് അപ്രതീക്ഷിത ഭൂമി അപ്രതീക്ഷിതമായൊരു നിയമ പോരാട്ടത്തിലേക്ക് എത്തി. ആ നിയമ പോരാട്ടം അതിശക്തമായി നീണ്ടു. ശങ്കരം വക്കീൽ DCC പ്രസിഡന്റായിരുന്ന കാലത്ത് നമ്മളൊക്കെ അതിനെ പ്രതിരോധിച്ചു. ശങ്കരം വക്കീലും സാദരിക്കോയും ഈ വേദിയിലിരിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി K. ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് പോരാട്ടത്തിൻ്റെ കഥ പറയാണ്ട് ഭൂമിക്ക്. പക്ഷേ ആ ഭൂമി തിരിച്ചു പിടിച്ചത് നമ്മുടെ ഏറ്റവും അഭിവൃദ്ധനായ നേതാവ് ശ്രീമാൻ KC അബു സാഹിബാണ്. ഞാൻ ഇന്ന് ഒരുപാട് നേതാക്കൾ വന്നിട്ടുണ്ട്. എല്ലാവരോടും ആദരവും ബഹുമാനവുമുണ്ട്. ഞാനിന്ന് ഒരാളുടെ കാൽ മാത്രമേ തൊട്ട് വന്ദിച്ചുള്ളൂ. അത് ശ്രീ KC അബുവിൻ്റെ കാലാണ്. ഇന്ന് രാവിലെ അദ്ദേഹം അത് അറിയിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഉന്നതമായ നീതിപീഠം നമ്മൾക്കെതിരായി വിധി കൽപ്പിച്ചപ്പോൾ ശ്രീ KC അബുവിന് സഹായമായി എത്തിയത് രാഷ്ട്രീയമായ എതിരാളിയാണെങ്കിലും മാന്യനായ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയായിരുന്നു. എടുത്തു പറയാതെ വയ്യ. അന്ന് അദ്ദേഹത്തെ സഹായിച്ചത് CMPയുടെ സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണനായിരുന്നു. കോൺഗ്രസ്സുകാരല്ലാത്ത ഈ 2 പേരുടെയും പേര് പറയാതെ വയ്യ. 2021 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ഞാൻ DCC പ്രസിഡന്റായി നിയമിതനായി. 29ാമത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഓഫീസ് ഉണ്ടാക്കുമെന്ന്. അന്ന് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഉണ്ടാക്കി കഴിഞ്ഞാൽ നിനക്കൊരു ഷർട്ടും മുണ്ടും എൻ്റെ വകയുണ്ടെന്ന്. ഞാൻ കരുതി തമാശയാണോ എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം പാർസലിൽ എനിക്ക് ആ ഷർട്ടും മുണ്ടും കിട്ടി. ആ സുഹൃത്തിൻ്റെ അതിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ ആശയം ആദ്യമായി പങ്കുവെച്ചത് ശ്രീ KC വേണുഗോപാൽ MPയോടാണ്. AICCയുടെ ജനറൽ സെക്രട്ടറി, നമ്മുടെ നേതാവ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ കൂടെയുണ്ട്. അത് വെറും വാഗ്ദാനമായിരുന്നില്ല, ആ വാഗ്ദാനം സത്യമാണെന്ന് കർമ്മത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് കൈകൾ കൊണ്ടാണ് തറക്കലിട്ടത്. സുധാകരൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കൈ എനിക്ക് നന്നില്ല, പക്ഷേ മറ്റുള്ളവർക്ക് നന്നാവുമെന്ന്. പക്ഷേ ജില്ലയിലെ കോൺഗ്രസിന് ആ കൈ നന്നായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓരോ സമയത്തും എനിക്ക് തോന്നുന്നു നിർമ്മാണം നടക്കുന്നൊരു 4 തവണ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചുകൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അഭിവന്ദ്യനായ രമേശ് ചെന്നിത്തല സാർ DCC പ്രസിഡന്റുമാരുടെ പ്രഥമ ക്യാമ്പിൽ ഞാൻ നെയ്യാർ ഡാമിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഓഫീസ് ഉണ്ടാക്കണം, ഞാൻ കൂടെ ഉണ്ടാവും. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും
കൂടെയുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ, പ്രിയപ്പെട്ട മുല്ലപ്പള്ളി, ഇത് നിങ്ങളൊക്കെ പിരിവെടുത്തതുപോലെ നേതാക്കളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. നേതാക്കൾ എന്ന നിലയ്ക്ക് ആദ്യം കോൺട്രിബ്യൂഷൻ തന്നത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ 1 മാസത്തെ പെൻഷൻ. പ്രിയപ്പെട്ട വി എം സുധീരൻ സാർ, എപ്പോഴും എത്ര തവണ ഓഫീസ് കണ്ടു എന്ന് എനിക്കറിയില്ല, അദ്ദേഹം തന്ന പ്രോത്സാഹനം മറക്കാൻ സാധിക്കില്ല. അതുപോലെ കൊടുക്കുന്ന സുരേഷ്, ഇവിടെ വരാൻ പോകുന്ന ശശി തരൂർ എം പി, എല്ലാവരും, പിന്നെ ജില്ലയിലെ നേതാക്കൾ, രാഘവട്ടൻ ഇരിക്കുന്നുണ്ട്. ഒരുപാട് തിരക്കുകളാണ് രാഘവട്ടൻ. ഇപ്പോൾ അദ്ദേഹം എനിക്ക് ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ 1 മാസത്തെ പെൻഷന്റെ ചെക്കാണ് അദ്ദേഹം എനിക്ക് സമ്മാനിച്ചത്. അദ്ദേഹം ഒരുപാട് പ്രിയപ്പെട്ട ടി സിദ്ദിഖ് MLA, അദ്ദേഹം ഇന്നലെ വന്ന് 1 മാസത്തെ ശമ്പളത്തിന്റെ ചെക്ക് നോക്കി എന്നോട് പറഞ്ഞ് എമൗണ്ട് നോക്കരുത്, അല്പം കൂടുതലുണ്ട്, നിനക്ക് മോഹം വന്നാൽ അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് തമാശ കൈമാറി. ഷാഫി പറമ്പിൽ ഒരുപടി സഹായിച്ചു. അത്യാവശ്യം പൈസ കടം വാങ്ങാനൊക്കെ എന്നെ വിശ്വാസമില്ലാത്ത ആളുടെ മുമ്പിൽ ഞാൻ ജാമ്യം വെച്ചത് ശ്രീ ഷാഫി പറമ്പിലിനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി കെ ജയന്ത്, ഞാനും ജയന്തും എത്രയോ ആളുകളെടുത്ത് പോയിട്ടുണ്ട്. ശ്രീ PN നിയാസ്, ഞാനും ജയന്തും നിയാസ് വക്കീലുമാണ് ഇതിന്റെ കണക്കിൽ പൂർണ്ണമായും ചെക്കിൽ ഒപ്പിട്ട ജോയിന്റ് അക്കൗണ്ട്. നിയാസ് വക്കീൽ സഹായിച്ചു. പ്രിയപ്പെട്ട NS കാര്യമായി സഹായിച്ചു. അതുപോലെ തന്നെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സഹായിച്ചു. പ്രിയപ്പെട്ട KC അബൂക്കറെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഭൂമി തിരിച്ചൊടിച്ചത് മാത്രമല്ല, നിങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് ഓഫീസിൽ പോകണം. എൻ്റെ ഓഫീസിന് എൻ്റെ പങ്കുന്നൊരു ബോർഡും ഒരു പെട്ടിയും വെച്ചിട്ടുണ്ട്. ആ പെട്ടിയും ഞാൻ ഉദ്ഘാടനം ചെയ്യിച്ചത് അബൂക്കറെ കൊണ്ടാണ്. കാരണം അബൂക്കർക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു, കോഴിക്കോട്ടെ കോൺഗ്രസ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന്. ആ പരാതി മാറ്റിക്കൊണ്ട് ആ ഫണ്ട് തീരുമാനവും ഉദ്ഘാടനം അബൂക്കയാണ്. ഇന്ന് നമ്മളത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയുന്നു, ഇതിന്റെ പരിപൂർണമായ ക്രെഡിറ്റ് ഞാൻ നൽകുന്നത് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കാണ്, നിങ്ങൾക്കാണ്. ഇനി കോഴിക്കോട് നഗരത്തിലെത്തുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ചൂടിലും തണുപ്പിലും മഴയിലും നിങ്ങൾക്ക് ആശ്വസിക്കാം. നിങ്ങൾക്കൊരു വീടുണ്ട്, 24,000 സ്ക്വയർ ഫീറ്റുള്ള ലീഡർ ശ്രീ കെ കരുണാകരൻ മന്ദിരം. ലീഡർ ശ്രീ കെ കരുണാകരൻ മന്ദിരത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ഹാളുണ്ട്. എല്ലാ നേതാക്കളെയും നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ പൂർവ്വസൂരികളായ നേതാക്കളുടെ കുടുംബാംഗങ്ങളാണ്. കമലയിടത്തിയുടെ കുടുംബാംഗങ്ങളുണ്ട്, VP കുഞ്ഞിരാക്കൂറിന്റെ കുടുംബാംഗങ്ങളുണ്ട്, പത്മയിടത്തിയുടെ കുടുംബാംഗങ്ങളുണ്ട്, NP മൊയ്തീൻ സാഹിബിന്റെ കുടുംബാംഗങ്ങളുണ്ട്, സുജനപാലന്റെ കുടുംബാംഗങ്ങളുണ്ട്, KG അടിയോടിയുടെ കുടുംബാംഗങ്ങളുണ്ട്, ശങ്കരം വക്കീലിന്റെ കുടുംബാംഗങ്ങളുണ്ട്, സാദിരിക്കയുടെ കുടുംബാംഗങ്ങളുണ്ട്. എല്ലാ നേതാക്കളുടെയും കുടുംബാംഗങ്ങളുണ്ട്. താഴെ ഒരു വലിയ മനുഷ്യൻ ഇരിക്കുന്നുണ്ട്, ഞങ്ങളുടെ ആർക്കിടെക്ട് ശ്രീ അരുൺകുമാർ, നമ്മുടെ സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ അരുൺകുമാർ. ഇതിന്റെ കരാറുകാരൻ സുൽഫി ആയിരുന്നു, KPCC മെമ്പർ. സത്യം പറഞ്ഞാൽ സുൽഫി ആദ്യം എടുക്കാൻ ഇങ്ങോട്ട് തയ്യാറായിട്ട് വന്നതാണ്. കരാറുകാരുമായി കരാർ ഒപ്പിട്ടാൽ കൃത്യമായി തുക കൊടുത്താൽ അവർ പണിയും, ഇല്ലെങ്കിൽ പണി നിർത്തും. അങ്ങനെ ആരും എടുക്കാൻ തയ്യാറല്ലാത്തപ്പോൾ എല്ലാം മറന്ന് എടുത്ത് സഹായിച്ചത് KPCC മെമ്പറായ പ്രിയപ്പെട്ട സുൽഫിക്കർ അലിയാണ്. ഒരുപാട് വികാര നിർഭരമായ നിമിഷങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ വാക്കുകൾ കിട്ടുന്നില്ല. ഒരു ദിവസം മാത്രമേ ഞാനിതിൽ പതറിയിട്ടുള്ളൂ. ഉദ്ഘാടനം കഴിഞ്ഞ് തറക്കല്ലിട്ട് പണി പൂർത്തീകരിച്ചതിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെടുന്നത്. ഞാൻ ആ ദിവസം എൻ്റെ അടുത്തേക്ക് ഓടി വന്ന നേതാക്കളൊക്കെ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് DCC പ്രസിഡന്റായി തുടരാൻ സാധിക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ ഞാൻ ഒഴിയും. ആ നേതാക്കളൊക്കെ എന്നെ ആശ്വസിപ്പിച്ചു. 6-ാം ദിവസം പ്രിയപ്പെട്ട സുൽഫിയും എന്നോടൊപ്പം എല്ലാ കാര്യത്തിൽ നിന്ന് PM മധുരമാനും എല്ലാമായ തായ്ക്കയും വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, പ്രസിഡന്റ് എന്താണ് ഓഫീസിന്റെ കാര്യം ചെയ്യേണ്ടത്, മുന്നോട്ട് പോകാൻ രക്ഷയില്ല. ആ സംസാരമാണ് ഒരുപക്ഷെ ആ തീവ്രമായ ദുഃഖത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ജില്ലയിലെ കോൺഗ്രസിനോട് ഒരു പ്രഖ്യാപനം നടത്തുന്നു, ഈ ഓഫീസ് കോൺഗ്രസുകാരുടെ മാത്രം ഓഫീസായിരിക്കില്ല, ജില്ലയിലെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ അഭയ കേന്ദ്രമായിരിക്കും ലീഡർ ശ്രീ കെ കരുണാകരൻ മന്ദിരം. മലബാറിലെ ഏറ്റവും വലിയ ശിലാകേന്ദ്രമായ ഈ ഓഫീസ് മതേതര സംരക്ഷണത്തിന്റെ ശിലാകേന്ദ്രമായിരിക്കും. ഒരു വലിയ അതിഥി നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് മറ്റാരുമല്ല, മതേതരത്വത്തിന്റെ കാവൽ ഭടന്മാരെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന പാണക്കാട് തങ്ങൾ കുടുംബം നയിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിബന്ധനായ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ എത്തി എന്നോട് കാണുമ്പോൾ ചോദിക്കും, പ്രവീൺ എങ്ങനെയുണ്ട് ഓഫീസ്, എല്ലാം കൃത്യം അന്വേഷിക്കുമായിരുന്നു. ഒരു കോൺഗ്രസ് നേതാവിനെ പോലെ ഞങ്ങളെ സ്നേഹിച്ച സഹകരിച്ച് എന്നും നമ്മോടൊപ്പം നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സാന്നിധ്യവും ഏറെ സന്തോഷമാവുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബോധപൂർവമല്ല, വല്ലാത്തൊരു വിതമ്പലിലും വെപ്രാളത്തിലുമാണ് ഞാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന് സഹായിച്ച നിങ്ങളുടെ മുമ്പിൽ ജില്ലയിലെ കോൺഗ്രസിന് വേണ്ടി ശിരസ് നമിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്
ഒരു കാര്യം ഓർക്കണം, ഈ മന്ദിരത്തിൽ നിന്നും ഇനി ജില്ലയിലെ കോൺഗ്രസിന്റെ വിജയത്തിന്റെ ഗാഥകൾ മാത്രം നമുക്ക് രചിക്കണം. എന്നോട് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ പറഞ്ഞു, VD സതീശൻ പറഞ്ഞു, K സുധാകരൻ പറഞ്ഞു, 5 or 6 സീറ്റ് കോഴിക്കോട് ജയിക്കണം. ഞാൻ നിങ്ങളെ സാക്ഷി പറയുന്നു, നമ്മുടെ ലക്ഷ്യം 5 or 6 സീറ്റല്ല, 13 out of 13, 13 സീറ്റ് പിടിക്കാനുള്ള പോരാട്ടത്തിന് ഈ മന്ദിരത്തിൽ നമുക്ക് തുടക്കം കുറിക്കാം. വിജയത്തിന്റെ പടവുകൾ മാത്രം ചവിട്ടിക്കയറുവാൻ ഈ മന്ദിരത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രവർത്തനത്തിന് സാധിക്കട്ടെ എന്ന് സർവജനത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യാൻ അത് തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മറ്റൊരു പേരുണ്ടായിരുന്നില്ല. കേരളത്തിൽ അഖിലേന്ത്യയിലെ രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ സംഭാവന, ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച മലയാളികളായ കോൺഗ്രസുകാരുടെ സ്വകാര്യ അഹങ്കാരം ശ്രീമാൻ KC വേണുഗോപാൽ MP, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയെ സമസ്ത ബഹുമാന പുരസ്കാരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.